ഇന്ന് സൺഡേ, ആസ് യൂഷ്വൽ സൺഡേ ഉറങ്ങാന്ന് വിചാരിച്ചു. പക്ഷെ നല്ല ഷുഗർ ക്രീം, പുറത്തു പോവാൻ നല്ല 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 മഴ. അപ്പൊ എന്താ, എന്തെങ്കിലും ഷുഗർ തിന്നണം. അങ്ങനെ ഇരിക്കുമ്പോ നമ്മള് നോർമൽ സൺഡേ ഇരിക്കും പോലെ യൂട്യൂബും നമ്മളുടെ ഇൻസ്റ്റയൊക്കെ സ്ക്രോൾ ചെയ്തപ്പോ നല്ല വാഫിൾ ഉണ്ട് റെസിപ്പി. നമുക്കൊന്നൊരു വാഫിൾ ഉണ്ടാക്കി നോക്കിയാലോ? വാഫിളിന്റെ റെസിപ്പി എങ്ങനെയാന്ന് നോക്കാം. ഞാൻ എങ്ങനെയാ വാഫിൾ ഉണ്ടാക്കണമെന്ന് നോക്കാം. കമോൺ ഗൈസ്. ആദ്യം നമ്മൾ വാഫിൾ ഉണ്ടാക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം റൂം ടെമ്പറേച്ചറിലായിരിക്കണം. സോ ഞാൻ നമ്മുടെ ഡോ പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ബട്ടർ ഞാൻ ഒന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട്. കാരണം അപ്പോഴത്തേക്ക് ഇത് ചൂടാറിയിരിക്കത്തുള്ളൂ. എല്ലാം റൂം ടെമ്പറേച്ചർ ആയിരിക്കണം. അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ ഇരുന്ന പാലും ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പ്രിപ്പയർ ചെയ്ത സമയത്ത് കറക്റ്റ് നമ്മളുടെ റൂം ടെമ്പറേച്ചറിലേക്ക് ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഈ ബട്ടർ എന്ത് ചെയ്യാം, ഒന്ന് ഉരുക്കിയെടുക്കാം. നെക്സ്റ്റ് നമ്മൾ ഇടാൻ പോകുന്നത് മൈദയാണ്. എന്നോട് അളവൊന്നും ചോദിക്കരുത്. ഇത്ര കപ്പ് മൈദ ഇടണം, ഇത്ര കപ്പ് കോൺഫ്ലവർ ഇടണമെന്ന് പറയുമ്പോൾ എനിക്ക് വലിയൊരു കുക്കിംഗ് ബ്ലോഗർ അല്ലാത്തത് കൊണ്ടും കുക്കിംഗ് വലിയ വശം ഇല്ലാത്തത് കൊണ്ട് എത്രയാണ് ഇതിന്റെ കറക്റ്റ് അളവെന്നൊന്നും എനിക്കറിയില്ല. ഒരു ഉദ്ദേശത്തില് നിങ്ങൾക്ക് എത്ര വാഫിള് വേണോ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, മാവ് തട്ട. ഞാൻ ഇപ്പോ ഞങ്ങൾ രണ്ടുപേരും ഉള്ളത് കൊണ്ട് ഇത്രയും ഒരു ക്വാണ്ടിറ്റി മൈദ എടുത്തിട്ടുണ്ട്. സോ മൈദ കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് കോൺഫ്ലവർ ആണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഞാൻ പറഞ്ഞതുപോലെ കോൺഫ്ലവർ ആണ്. ദെൻ പൊട്ടിക്കാൻ കുറച്ച് പാടാണ് ഗൈസ്. നമ്മൾ എത്ര മൈദ എടുക്കുന്നോ അതിന്റെ ഒരു ക്വാർട്ടർ പോർഷൻ മതി നമുക്ക് നമ്മളുടെ കോൺഫ്ലവർ. അടുത്ത് നമ്മൾ ഇടാൻ പോകുന്നത് ഉപ്പാണ്. ഉപ്പ് അറിയാം, വാഫിള് ചെറിയ നല്ല മധുരമാണ്. പക്ഷെ അതൊന്ന് ടാലി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നുള്ളും ഉപ്പ് ഇടുന്നുണ്ട്. ഓക്കെ 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 അപ്പൊ നമ്മളിപ്പോ മൈദ ഇട്ടു, കോൺഫ്ലവർ ഇട്ടു, കുറച്ച് ഉപ്പ് ഇട്ടു. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡർ ആണ്. ബേക്കിംഗ് സോഡ അല്ല, ബേക്കിംഗ് പൗഡർ ആണ് നമുക്ക് വേണ്ടത്. പൊട്ടിച്ചിട്ടില്ല, പൊട്ടിക്കാൻ ശ്രമിക്കാം. ബേക്കിംഗ് സോഡ നമുക്ക് ഒരു വലിയ ക്വാണ്ടിറ്റി വേണ്ട. നമ്മൾ ഇപ്പൊ എടുത്തു വെച്ചേക്കുന്ന ഒരു മാവിൽ ഒരു 1.5 സ്പൂൺ. എന്റെ സ്പൂൺ നോക്കണ്ട, കറക്റ്റ് അളവുള്ള സ്പൂൺ അല്ല. ഞാൻ ഇപ്പൊ ഇതും അതിന്റെ കൂടെ ഒരു നുള്ളും കൂടി ഇടുന്നുണ്ട് ബേക്കിംഗ് പൗഡർ. ഓക്കെ, അടുത്ത് നമുക്ക് വേണ്ടത് ഷുഗർ ആണ്. ഷുഗർ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. അപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ച് ഷുഗർ ഇടാം. ഞാനിപ്പോ പൊതുവെ ഡയറ്റ് എന്നുള്ളൊരു പേരുള്ളത് കൊണ്ട് ഞാൻ അധികം ഷുഗർ ഇടുന്നില്ല. ഒരു 2 സ്പൂൺ ഷുഗർ മാത്രമേ ഞാൻ ഇവിടെ ഇടുന്നുള്ളൂ. കറക്റ്റ് 2 സ്പൂൺ ഷുഗർ ഞാൻ ഇട്ടു. ഇനി നമുക്കിപ്പോ ഇത്രയും മിക്സ്, നമ്മളിപ്പോ എടുത്തേക്കുന്നത് ഫസ്റ്റ് മൈദയാണ്, ദെൻ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്, ദെൻ കുറച്ച് സാൾട്ട് എടുത്തിട്ടുണ്ട്, ദെൻ ബേക്കിംഗ് പൗഡർ, അത് കഴിഞ്ഞ് ഷുഗർ ആണ് എടുത്തേക്കുന്നത്. ഇതിന് നമുക്ക് നന്നായിട്ട്, അതായത് എല്ലാം ഒരുപോലെ മിക്സ് ആയി വരുന്ന രീതിക്ക് നമുക്ക് എല്ലാം നന്നായിട്ട് എന്ത് ചെയ്യാം, ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കറക്റ്റ് ഈ ഇത്രയും ഇൻഗ്രീഡിയൻസ് കറക്റ്റ് ആയിട്ട് എല്ലായിടത്തും മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അടുത്ത ബാറ്ററിൽ വാട്ടറി സൊല്യൂഷനിൽ നമ്മൾ അത് മിക്സ് ചെയ്തെടുക്കാൻ പാടുള്ളൂ. ഓക്കെ ഓക്കെ അപ്പൊ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി മാറ്റി വെച്ചിട്ട് അടുത്ത സെക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാം. നെക്സ്റ്റ് ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. പാലാണ് ഇത്. ഞാൻ ഫ്രിഡ്ജിന്റെ അകത്ത് നിന്ന് ഒരു 1 hour പുറത്ത് വെച്ചേക്കുന്ന പാലാണ് ഇത്. നമുക്ക് എത്രയാണോ നമ്മളുടെ മാവ് മിക്സ് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്ത് വരാനുള്ള ക്വാണ്ടിറ്റി എന്ത് ചെയ്യുക, എടുക്കുക. ഞാൻ ഇപ്പോ ഈ ഒരു പോർഷൻ മിൽക്കാണ് ഞാനിപ്പോ എടുത്തേക്കുന്നത്. ഇനി ഇൻ കേസ് ഇത് നമുക്ക് ഓക്കെ അല്ല, നമുക്ക് കുറച്ചും കൂടി മാവ് കറക്റ്റ് പ്രപ്പോർഷനിൽ വരാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് പാലും കൂടി നമുക്ക് ആ ടൈമിൽ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പൊ ഞാനിപ്പോ ഇത്രയാണ് എടുത്തേക്കുന്നത്. അടുത്ത് നമുക്ക് ഒരു മുട്ടയാണ് വേണ്ടത്. ഞാനിപ്പോ ഒരു മുട്ട എടുക്കുന്നുള്ളൂ. ഒരു മുട്ട മതി, അത് ഇനഫാണ്. സോ ഒരു മുട്ട കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം,
ഈ പാലിലേക്ക് ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇപ്പൊ ബീറ്റ് ചെയ്യണ്ട, നമുക്ക് 2-3 സാധനം കൂടി ആഡ് ചെയ്യാനുണ്ട്. നെക്സ്റ്റ് വരുന്നത് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ച ബട്ടറാണ്. ആ ബട്ടർ ഇപ്പോൾ റൂം ടെമ്പറേച്ചർ ആയിട്ടുണ്ട്. ഓക്കെ, സോ അതിന് ഞാനൊരു 2 സ്പൂൺ ബട്ടറാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഈ ബട്ടറിന്റെ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാം. ഓക്കെ, ഞാൻ എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റ്, ഞാൻ മുമ്പ് ഉണ്ടാക്കി നോക്കിയ സമയത്ത് കുറച്ചും കൂടി എനിക്ക് ടേസ്റ്റ് ഫീൽ ചെയ്തിട്ടുള്ളത് ബട്ടർ ഇട്ടപ്പോഴാണ്. സോ നമ്മളിപ്പോ എഗ്, മിൽക്ക്, ദെൻ ബട്ടർ ആണ് എടുത്തേക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് നമ്മളുടെ വാനില എസൻസ് ആണ്. എഗ്ഗിന്റെ, നമ്മളിപ്പം എന്തൊരു ബേക്ക് ചെയ്യുന്ന സമയത്തായാലും എഗ് ഇടുമ്പോൾ എഗ്ഗിന്റെ ഒരു സ്മെല്ല് നമുക്ക് വരാറുണ്ട്. ആ സ്മെല്ല് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാനില എസൻസ് യൂസ് ചെയ്യുന്നത്. നമ്മളൊരു ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രമേ ഞാനിവിടെ വാനില എസൻസ് യൂസ് ചെയ്യുന്നുള്ളൂ. ചെറിയ ക്വാണ്ടിറ്റി വാനില എസൻസ്. കാരണം വാനില എസൻസ് എനിക്കൊരു ട്രോമയാണ് ഗൈസ്. കുഞ്ഞില് മീൻസ് ഞാനൊരു +2 ഒക്കെ പഠിക്കുന്ന സമയത്ത് വീട്ടില്, എനിക്ക് തോന്നുന്നു +2 അല്ല, കൊറോണ സമയത്ത് ആണല്ലോ നമ്മൾ കൂടുതലും കുക്കിംഗ് പരീക്ഷിക്കുന്ന സമയം. ആ സമയത്ത് ഞാൻ ഒന്ന് കുക്കർ കേക്ക് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അച്ഛൻ എവിടുന്ന് ഒരു വാനിലയുടെ വലിയൊരു കുപ്പിയൊക്കെ ആരോ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അത് ആ വാനിലയുടെ ഒരു ചെറിയ ക്വാണ്ടിറ്റി വാനിലയ്ക്ക് പകരം ഞാൻ നല്ല വാനിലയുടെ ഫ്ലേവർ കിടന്നോട്ടെ എന്നും പറഞ്ഞിട്ട് ഞാനെടുത്ത് തട്ടിക്കൊടുത്തായിരുന്നു. അത് ആ ഒരു കേക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ വാനില സിറപ്പ് യൂസ് ചെയ്യുമ്പോൾ അത് എപ്പോഴും എനിക്കൊരു ട്രോമയാണ് ഗൈസ്. ന്യൂജൻ വേർഡ് ട്രോമയാണ് ഗൈസ്. ദെൻ നമുക്ക് ഇപ്പോൾ ഇത്രയും എടുത്തത്, അതായത് നമ്മളുടെ മിൽക്ക്, എഗ്, ബട്ടർ ആൻഡ് ഇതെല്ലാം കൂടി നന്നായിട്ട് എന്ത് ചെയ്യുക, ബീറ്റ് ചെയ്തെടുക്കുക. നല്ല രീതിക്ക് അത് മിക്സായി വരണം. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇത് നമ്മളുടെ ഡ്രൈ മിക്സിലോട്ട് ഒഴിച്ച് അത് ഒന്ന് കുഴച്ചെടുക്കാനുള്ളത്. ഓക്കെ, ഞാനും കുലുങ്ങുന്നുണ്ട്. ഇന്ന് ജിമ്മിൽ പോയിട്ടില്ല ഗൈസ്, അതുകൊണ്ടൊരു എക്സസൈസ് ആയിക്കോട്ടെ. ഞാൻ ഇപ്പോ നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സ് ഈ മാവിലോട്ട് ഫുൾ തട്ടിയിട്ടുണ്ട്. നന്നായിട്ട് എന്ത് ചെയ്യാം, ഒന്ന് മാവും ബാറ്ററുമായിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമുക്ക് വേണ്ട കൺസിസ്റ്റൻസി, ഇതിപ്പോ കുറച്ചും കൂടി വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. നന്നായിട്ടൊന്ന് കുഴയ്ക്കുക. ഓക്കെ, കണ്ടോ, കുറച്ചും കൂടി, അതായത് ഒരു പൊടിക്കും കൂടി നമുക്കിത് ലൂസ്, കുറച്ചും കൂടി പാല് ഞാൻ ഒഴിക്കുന്നുണ്ട്. ഞാൻ എടുത്തത് കൊണ്ട് പാൽ ഒഴിക്കുന്നു. നിങ്ങൾ എന്താണ് എടുക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ പാല് വേണ്ട, വെള്ളം ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യാം. ആ വെള്ളം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാനിപ്പോ ആദ്യം പാൽ യൂസ് ചെയ്തതുകൊണ്ട് ഇവിടെ പാല് യൂസ് ചെയ്യുന്നു. കുറച്ചും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഔട്ട്പുട്ടോടെ നമുക്ക് നമ്മുടെ വാഫിൾ കിട്ടത്തുള്ളൂ. സോ എൻ്റെ എല്ലാ ബലവും യൂസ് ചെയ്ത് ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് മാവിന് വേണ്ടത്. ഓക്കെ അല്ലേ? ഈ ഒരു കൺസിസ്റ്റൻസി ആണ് നമുക്ക് നിൽക്കുന്നത്. ഞാൻ പിന്നെ ഒരു 5 മിനിറ്റ്സ് ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് നമ്മളുടെ വാഫിൾ മിഷൻ എന്ത് ചെയ്യാം, റെഡിയാക്കി വെക്കാം. ഞാനിത് 5 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. 5 മിനിറ്റ്സ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ വാഫിൾ മിഷൻ എന്ത് ചെയ്യാം, റെഡിയാക്കി എടുക്കാം. ഇത് എങ്ങനെയാ കിട്ടിയത് എന്നോട് ചോദിക്കരുത്. ഞാനത് വേറൊരു വീഡിയോയില് ഈ വാഫിൾ മിഷൻ എങ്ങനെയാ കിട്ടിയെന്നുള്ളത് പറയാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഈ ഒരു മിഷൻ പ്രീഹീറ്റ് ചെയ്യാം. നമ്മൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു 5 മിനിറ്റ്സ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് നമ്മളുടെ വാഫിൾ മിഷൻ എന്ത് ചെയ്യുക, പ്രീഹീറ്റ് ചെയ്ത് എടുക്കുക. പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, വാഫിളിൽ ഉണ്ടാക്കാൻ പാടുള്ളൂ. ഒരു 100-ലിട്ട് പ്രീഹീറ്റ് ചെയ്യുവാണ് ഞാൻ. അതിനായിട്ട് ബട്ടർ അതിലേക്ക് തേച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ അതിലോട്ട് ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാനിതിപ്പോ ഒരു 150-ല് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ബട്ടർ ഞാൻ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്.
ഒരു 2-3 മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ബാറ്റർ എന്ത് ചെയ്യാം, നമുക്ക് ഒഴിച്ച് വാഫിൾ ഉണ്ടാക്കി നോക്കാം. വെച്ചിരിക്കുന്ന ബാറ്റർ ഞാനിപ്പോൾ ഇത് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതിലേക്ക് നമുക്ക് ഒഴിക്കാം. ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈവൻ ആയിട്ട് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ. ഓക്കെ, ഞാനിപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിത് അടയ്ക്കാം. ഒരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 50 മിനിറ്റ്സ് നമ്മൾ ഇതിനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നതാണ് എൻ്റെ മിഷൻ്റെ ഇത് അതനുസരിച്ച് പറയുന്നത്. എന്തായാലും നോക്കാം. ഇതാണ് നമ്മളുടെ അവസ്ഥ. ആയിട്ടില്ല, കുറച്ചും കൂടി ആവാനുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ നമുക്ക് ഒരു 7 മിനിറ്റ്സ് കഴിയുമ്പോൾ ഇത് മറിച്ചിടണം. നമുക്കൊന്ന് മറിച്ചിടാം. സോ നമ്മളുടെ വാഫിൾ ഇവിടെ ആയിട്ടുണ്ട്. സോ നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. കുറച്ച് നമ്മളുടെ പാൻ കേക്ക് സിറപ്പും കൂടി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. റിയലി ലൈക്ക് ഇറ്റ് ഗൈസ്. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയണല്ല, ശരിക്കും നന്നായിട്ടുണ്ട്. ഒരിക്കൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ബാക്കി വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.